ഞാൻ കണ്ടതിന് ശരിക്കും പ്രയത്നമായിരിക്കും മീര. നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഈശ്വരാ. ഏയ് അതൊന്നും പറ്റില്ല. ഞാൻ ഹോസ്റ്റലല്ലേ താമസിക്കുന്നേ. അപ്പോ എന്റെ റൂംമേറ്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോ ഞാൻ പിന്നെ എങ്ങനെയാ? തൽക്കാലം ഞാൻ നിനക്കൊരു സാധനം തരാം. ഉമ്മ കിട്ടിയില്ലേ? തൽക്കാലം ഇതുകൊണ്ട് സമാധാനിക്ക. അപ്പൊ ഓക്കേടാ, ഞാൻ പിന്നെ വിളിക്കാവേ. എപ്പ നോക്കിയാലും ഇത് തന്നെ. ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ? ഇവിടെ എന്ത് നടന്നാലും എനിക്കെന്താ? ഇതാരാ മീര? ഇത് ആരാന്നോ? ഈ റൂമിൽ നടക്കുന്നത് പോലും നീ അറിയുന്നില്ലല്ലോ. ഇവൾ ഈ റൂമിൽ താമസിക്കാൻ തുടങ്ങിയിട്ടേ ദിവസം 4 ആയി. രാത്രിയും പകലും നിന്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും നീ ഇതുവരെ ഇവളെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാ? ഫോണിൽ നിന്ന് കണ്ണും ശ്രദ്ധയും മാറ്റിയാലേ ചുറ്റും നടക്കുന്നതൊക്കെ കാണും. ആ ഹലോ, പറയടാ കുട്ടാ. നിന്നെ മാത്രമല്ല, അവൾക്കിത് രാത്രിയാണോ പകലാണോ എന്ന് പോലും അറിയില്ല. അതൊന്നും ശ്രദ്ധിക്കാൻ അവൾക്ക് സമയമില്ലല്ലോ. 100 കണക്കിന് ബോയ് ഫ്രണ്ട്സിനെ ഹാൻഡിൽ ചെയ്യണ്ടേ. പാർവതി, നിന്റെ മുഖം എന്താ ഇങ്ങനെ? നീ ഇപ്പോഴും അത് തന്നെ ആലോചിച്ച് നിൽക്കുവാണോ? അത് വിട് പാർവതി. നീ നിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോണോന്ന് പറഞ്ഞിരുന്നില്ലേ? എല്ലാരുമായിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ ഈ മൂടൊക്കെ മാറിക്കോളൂ. വേഗം റെഡിയായി പോവാൻ നോക്ക്. വാർഡനോട് പെർമിഷൻ ചോദിക്കാൻ മറക്കണ്ട. അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ മുഖത്ത് എപ്പോഴും ഈ സന്തോഷം ഉണ്ടാവണം. അതിനുവേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. ഹലോ, എവിടെയാ? നീ എന്തിനാ ഇവിടെ വന്നത്? വാട്ടം കണ്ടാൽ അത് മതി. അവരെന്നെ എങ്ങനെ കാണാനാ? ഞാൻ റോഡിലല്ലേ നിൽക്കുന്നേ. നീ വേഗം വാ. ആ തള്ളയോട് പെർമിഷൻ ചോദിക്കുന്നത് ഒരു ചടങ്ങാ. പെർമിഷൻ തരില്ലെങ്കിൽ പെർമിഷൻ ചോദിക്കണ്ട. നീ ഇങ്ങോട്ട് വാ. ആ തള്ള നിന്നെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. വാർഡൻ അപ്പൊ തന്നെ എന്റെ പപ്പയെ വിളിച്ച് പറയും. അതൊന്നും എനിക്കറിയണ്ട. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നാ മതി. ഓ, ഒന്ന് വെയിറ്റ് ചെയ്യ്. അവരോട് പെർമിഷൻ വാങ്ങിയിട്ട് ഞാൻ ഇപ്പൊ വരാം. എന്തായാലും ചോദിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ മാം. ആ പറയൂ ഋതിക. അത് മാം എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. മാമിനോട് പെർമിഷൻ ചോദിക്കാനാ വന്നത്. എന്തിനാ ഇപ്പൊ പുറത്തു പോകുന്നേ? മാം, കോളേജിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ. അവന്റെ വീട്ടിലാ സെലിബ്രേഷൻ. വന്നേ പറ്റൂന്ന് പറഞ്ഞ് അവൻ നിർബന്ധിക്കുക. 10 മണിക്ക് ഹോസ്റ്റലിൽ തിരിച്ചെത്തിച്ചേക്കാംന്നാ അവൻ പറയുന്നേ. നോ ഋതിക, ഗോ ടു യുവർ റൂം. മാം, അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. മാമിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവന്റെ നമ്പർ ഡയൽ ചെയ്ത് തരാം. സംസാരിച്ചാൽ മാമിന് മനസ്സിലാകും. ശരി, ഡയൽ ചെയ്ത് തരൂ. അവന്റെ നമ്പർ അല്ല, നിന്റെ പപ്പയുടെ നമ്പർ. മാം, ക്ലോസ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നീ പോകുന്ന കാര്യം നിന്റെ പപ്പയ്ക്ക് അറിയോന്നറിയാനാ. പെർമിഷൻ കൊടുത്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞ ഞാൻ നിനക്ക് പെർമിഷൻ തരാം. ഡൈലി എന്താ
ഡയൽ ചെയ്യാത്തത്? ഡയൽ ചെയ്യേ. നിന്റെ പപ്പയെ നീ വിളിക്കുന്നോ അതോ ഞാൻ വിളിക്കണോ? ഞാൻ പോകുന്നില്ല മാം. കുറെ കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ഇവൾക്ക് പോലും മാഡം പുറത്തു പോകാൻ അനുവാദം കൊടുക്കുന്നില്ല. ഞാൻ ചോദിച്ചാ പോണ്ടാന്നേ പറയൂ. ശ്ശോ. ഹലോ, നീ എന്താ വരാത്തെ? പെട്ടെന്നിറങ്ങ്. അതിനാ തള്ള സമ്മതിക്കണ്ടേ? എന്റെ പപ്പയെ വിളിച്ച് അറിയിക്കുമെന്നാ പറയുന്നേ. നീ പൊയ്ക്കോ. ഋതിക. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ, നീ പൊയ്ക്കോ. ശരി. പാർവതി, വരൂ. എന്നോട് നിനക്കെന്തോ പറയാനുണ്ടല്ലോ. ഇവിടം വരെ വന്നിട്ട് അത് പറയാതെ പോവാണോ? എന്താ കാര്യം? പറയൂ. അതൊന്നുമില്ല മാഡം. മാഡത്തിനൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. ഞാൻ പോയിക്കോട്ടെ മാഡം. പാർവതി, നന്നായി കള്ളം പറയാൻ അറിയാത്ത ആള് കള്ളം പറഞ്ഞാ അത് പെട്ടെന്ന് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. പറഞ്ഞോളൂ. പറ്റില്ലെന്ന് മാഡം പറയൂ, അതുകൊണ്ടാ എനിക്ക് പറയാൻ മടി. മുൻവിധിയൊന്നും വേണ്ട. പാർവതിക്ക് പറയാനുള്ളത് പാർവതി പറയ. അത് കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനും പറയാം. പറഞ്ഞാ മാഡം എന്നെ വഴക്കു പറയോ? അത് കേട്ടിട്ട് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷേ പാർവതി തെറ്റായിട്ടൊന്നും പറയില്ലെന്നാ എന്റെ വിശ്വാസം. ഇപ്പൊ പോയ കുട്ടിയില്ലേ, ആ ഋതിക, ആ കുട്ടി മാഡത്തിനോടൊരു കാര്യം ചോദിച്ചില്ലേ? അതന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്ത്? പുറത്തു പോകാനുള്ള പെർമിഷനോ? കമ്പനിയില് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുടെ പിറന്നാളാ. സൗന്ദര്യ എന്നാ പേര്. അവൾക്ക് അമ്മയില്ല. അതുകൊണ്ട് കമ്പനിയിലുള്ള എല്ലാവർക്കും അവളോട് വലിയ സ്നേഹ. മറ്റുള്ളവരെല്ലാരും കൂടി ചേർന്ന് അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്ക, ബീച്ചിൽ വെച്ച്. എനിക്കും പോണമെന്നുണ്ട്. ഞാൻ പോയിക്കോട്ടെന്ന്